ശ്രീ ബഹുമാനപ്പെട്ട കായിക ഭക്ഷ്യക്ഷേമം ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൽ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടെ ബഹുമാനപ്പെട്ട കായിക ന്യൂനപക്ഷക്ഷേമ വകുപ്പ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാനപ്പെട്ടവരെ, ലക്ഷവും ഉൾപ്പെടെ 1 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിട്ട്. നിങ്ങളുടെ നാടാണ് കുടുംബകലം. നിരവധിയായിട്ടുള്ള കായിക അധ്യാപകർ എല്ലാം തന്നെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നിവിടെ പൂവണിയാൻ പോകുക. സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ MPG അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കായിക വകുപ്പ് ഡയറക്ടറായ വി വിഷ്ണുരാജ് IAS ആണ്. അദ്ദേഹത്തിന് മറ്റൊരു അടിയന്തര ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് കുഞ്ഞമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ CP ഷിജു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി KP റീന ബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് 8ാം വാർഡിലെ മെമ്പർ ശ്രീമതി K സുമയ്യ എന്നിവർ, അതുപോലെ നമ്മുടെ ഹരിത കർമ്മസേന, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരെയും ഇവിടെ നേരിട്ടും സദസ്സിലും പോയിട്ടുള്ള എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA ശ്രീ MPജിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ തന്നെ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഒരുപാട് നാളുകളായി ഈ ഗ്രൗണ്ടിൽ ഫുട്ബോൾ ഉൾപ്പെടെ കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കളാണ്. ഏറ്റവും പ്രധാനമായ ഒരു ആവശ്യമായി ഈ ഗ്രൗണ്ടിന്റെ നവീകരണം. പലപ്പോഴും ഫുട്ബോൾ ടൂർണമെന്റുകളെല്ലാം ഈ ഗ്രൗണ്ടിൽ നടത്താറുണ്ട്. പക്ഷെ ആ ഘട്ടത്തിലെല്ലാം ഉണ്ടാകുന്ന ഗ്രൗണ്ടിന്റെ ചില പരിമിതികൾ ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിന്റെ കൂടി ഇരിണാവ് ഗ്രൗണ്ടിന്റെ നവീകരണത്തിന് 25 ലക്ഷം രൂപയും മാറ്റൂർ ഗ്രൗണ്ടിന്റെ നവീകരണത്തിന് 15 ലക്ഷം രൂപയും അനുവദിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു നടപടിയാണ്. നമ്മൾ 1 കൊല്ലം മുൻപാണ് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതെങ്കിലും ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട നിരവധി തടസ്സങ്ങളുണ്ട്. കായിക മേഖലയിൽ ഇത്രയധികം പണം എങ്ങനെ ചെലവഴിക്കും എന്നുള്ള വലിയൊരു ചർച്ചയൊക്കെ നടന്നതാണ്. പക്ഷെ നമ്മളതിനെ മറികടന്നുകൊണ്ട് ഇപ്പോ ഇത് നടപ്പിലാക്കുകയാണ്. ഇപ്പോ ഏകദേശം ഞാൻ പറഞ്ഞു, നമ്മളിത് തുടങ്ങുന്ന സമയത്ത് 464 ആണെങ്കിൽ ഇനി 300 പഞ്ചായത്തുകളാണ് നമുക്ക് പൂർത്തീകരിക്കാനുള്ളത്. അതിൽ 124 പഞ്ചായത്തുകൾക്ക് ഇപ്പൊ നമ്മൾ ടെൻഡർ വിളിച്ചു. അതിന്റെ ഭാഗമാണ് കല്യാശ്ശേരിയിൽ ഇപ്പോ ഇന്ന് നമ്മൾ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്യുന്ന ഈ കളികൾ. ഇതൊക്കെ തന്നെ കേരളത്തിന്റെ പ്രത്യേകതയാണ്. എല്ലാ മേഖലയും നമ്മൾ വികസനങ്ങൾ കൊണ്ടുവരുന്നു. എല്ലാ മേഖലയും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി അത് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അടിസ്ഥാന സൗകര്യങ്ങളായാലും ഒക്കെ തന്നെ ആ ഒരു നല്ല കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ ഈ പദ്ധതികളൊക്കെ തന്നെ നടപ്പിലാക്കുന്നത്. ഇവിടെ വിമർശനങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തിയുടെ എങ്ങനെയാണ് അത് പൊതുസമൂഹത്തിന് ഉപകാരം ചെയ്യുന്നത്, ഗുണം ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. അപ്പോൾ ഓരോ മേഖലയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഈ ഗവൺമെന്റ് കഴിയുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓരോ കാര്യങ്ങളിലുള്ള ശ്രദ്ധ നിങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ വയനാട് ദുരന്തം ഉണ്ടായി. എങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെ നിയന്ത്രിച്ചത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും കൃത്യമായി അവിടെ പൂർത്തീകരിച്ചു എന്നുള്ളത്. ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണെങ്കിൽ കൂടി കഴിയാവുന്നതൊക്കെ തന്നെ മനുഷ്യ സഹജമായി എന്താണോ ഒരു നാടിനു വേണ്ടി ചെയ്യാൻ കഴിയും ആ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമാണ്. നമ്മൾ ഒഴിവാക്കി പോവുകയല്ല. ഇപ്പൊ കർണാടകത്തിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ വിജയൻ MLA ഒക്കെ അവിടെ പോയവരാണ്. അവർക്കൊക്കെ അറിയാം എന്താണ് അവിടുത്തെ രീതി, നമ്മുടെ രീതി തമ്മിൽ വ്യത്യാസം. അപ്പം ഇതെല്ലാം തന്നെ ജനങ്ങളുടെ
അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അവർക്ക് കൂടുതൽ മേഖലയിൽ എത്തിപ്പെടാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക മേഖലയിൽ ഇനിയും വളർന്നു വരേണ്ടത്, അതിനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുക. തൊഴിൽ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ. അപ്പൊ ഓരോ കാര്യങ്ങളിൽ പുതിയ വീടുകൾ, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കുന്നു. പക്ഷെ ഈ ഗവൺമെന്റ് എന്റെ കഴിഞ്ഞ 8 വർഷത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾ എടുത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കാര്യങ്ങളിലും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയും അത് നടപ്പിലാക്കിയിട്ടുണ്ടെന്നുള്ള ഉത്തമ വിശ്വാസമുള്ള ഒരു ഗവൺമെന്റാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് കായിക മേഖലയിൽ 57 ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചിട്ടുണ്ട്. 1957 കേരള രൂപീകരണത്തിന് ശേഷം ഇത്തരം കാര്യങ്ങളിൽ ഇത്രയും ശ്രദ്ധ പതിപ്പിക്കുന്ന മറ്റൊരു ഗവൺമെന്റ് ഇതിന് മുൻപായിട്ടില്ല. ഈ മേഖലയ്ക്ക് ഇത്രയും അധികം ഇപ്പോ 2000 കോടി എന്നുള്ള ഗവൺമെന്റിന്റെ ഫണ്ട് മാത്രമാണ്. സ്വകാര്യ മേഖലയിൽ ഏകദേശം 5000 കോടി നമുക്ക് ഓഫർ ഉണ്ട്. അതോടൊപ്പം അതിനപ്പുറം അക്കാദമികളടക്കമുള്ള സ്റ്റേഡിയങ്ങളിൽ 25,000 കോടിയുടെ നിക്ഷേപം ഇതിനു മുമ്പ് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിലുള്ള മാറ്റം ജനങ്ങളുടെ ആരോഗ്യ സംവിധാനത്തിൽ നല്ല രീതിയിൽ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കന്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട MLA ശ്രീ വിജിന്റെ 50 ഫണ്ടിൽ നിന്നുള്ള 50 ലക്ഷവും അതോടൊപ്പം തന്നെ കായിക വകുപ്പ് അദ്ദേഹത്തിന് നൽകുന്ന 50 ലക്ഷവും ചേർത്തുകൊണ്ട് ഈ സ്റ്റേഡിയം നിർമ്മാണം അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഈ സ്റ്റേഡിയത്തിന്റെ കുട്ടികൾക്ക് കളിക്കാൻ മാത്രമുള്ളതല്ല, വീണ്ടും പറയുന്നു, മുതിർന്നവർക്ക് രാവിലെ നടക്കാനും അവർക്കുള്ള എക്സസൈസുകൾ കൂടി ഇതിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണമെന്നുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു.